സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. യമനിലെ ഹൂതികൾക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ 2-3 ആഴ്ചകൾക്ക് മുൻപ് CIA കയ്യിൽ നിന്ന് ചോർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി മെയിൽ എന്ന ബ്രിട്ടീഷ് ഡെയിലിയിൽ ഒരു ന്യൂസ് വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി അതിൽ നിന്ന് ചോർന്ന് കിട്ടിയ അത് ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു. ആ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ അൺക്ലാസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് പഴയ ഡോക്യുമെൻറ്റ്സ് കൂടി പെട്ടതായി വാർത്തയുണ്ടായിരുന്നു. അത് ഇസ്രായേൽ ജനതയുടെ വാഗ്ദാന പേടകവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ്. ആ വാർത്തകളെ സംബന്ധിച്ച് അമേരിക്കൻ ഡെയിലിയായുള്ള USA ടുഡേ കഴിഞ്ഞ മാർച്ച് 27 ഒരു വാർത്ത ചെയ്യുകയുണ്ടായി. ആ വാർത്തയിൽ ഈ CIA കയ്യിൽ നിന്നും ചോർന്ന അൺക്ലാസിഫൈഡ് ആയിട്ടുള്ള ഈ ഡോക്യുമെന്റ്, ഈ ആർക്ക് ഓഫ് കവനന്റുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റിലെ വിശേഷങ്ങൾ കാര്യമായി അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ 1988 CIA ക്രിയേറ്റ് ചെയ്ത ഒരു ഡോക്യുമെന്റാണ്. ആ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ളത് CIA അവരുടെ പല ആവശ്യങ്ങൾക്കുമായി, അവർക്ക് തീരെ അഴിച്ചാൽ കിട്ടാത്ത കേസുകളുടെ കാര്യങ്ങളുമായി നമ്മളുടെ ജ്യോത്സ്യന്മാരെയൊക്കെ സമീപിക്കുന്നത് പോലെ ചില മെന്റലിസ്റ്റുകളെ അവർ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ മലയാളത്തിൽ 1990 ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, അയ്യർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ, മമ്മൂട്ടി അഭിനയിച്ച ഭദ്രന്റെ ഒരു സിനിമ. അതിനകത്ത് മമ്മൂട്ടിക്ക് ചില പ്രത്യേക വിഷൻസ് കിട്ടുകയും ആ വിഷൻസ് ചില വാക്കുകളായും ചില ചിത്രങ്ങളായും ഒക്കെ അദ്ദേഹം പേപ്പറുകളിലേക്ക് പകർത്തുകയും ചെയ്യുന്നതാണ് ആ സിനിമയുടെ ഇതിവൃത്തം. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഈ മെന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ചില വാക്കുകൾ എഴുതുന്നു, ചില ചിത്രങ്ങൾ വരയ്ക്കുന്നു, ആ രീതിയിലൊക്കെയാണ്. അപ്പൊ ഇവര് ഈ ആർക്ക് ഓഫ് കവനന്റ് എന്നതിനെ പറ്റി ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം, ആർക്ക് ഓഫ് കവനന്റ് ആണെന്ന് തിരിച്ചറിയാത്ത രീതിയിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യം ഈ മെന്റലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരാളുടെ മുൻപിൽ വെക്കുന്നു. ഇത് മെന്റലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഗ്യാതറിംഗ് പോലത്തെ ഒരു പരിപാടിയുടെ ഇടയിലൂടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ആ ഗ്യാതറിംഗിന്റെ പേര് പ്രോജക്ട് സൺസ്ട്രീക്ക് എന്നാണ്. പ്രോജക്ട് സൺസ്ട്രീക്ക് ഇത് 1982 നടന്ന സംഗതിയാണ്. അതിനോടനുബന്ധിച്ചുള്ള റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 88 അപ്പൊ 82 പ്രോജക്ട് സൺസ്ട്രീക്ക് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അപ്പൊ അതിലാണ് ഈ മെന്റലിസ്റ്റുകൾ പോലെ വിഷനുള്ള ആളുകളുടെ ഒരു ഗ്യാതറിംഗ് വയ്ക്കുകയും വളരെ സയന്റിഫിക് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ അവരെ അനലൈസ് ചെയ്യുകയും അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് ഇവരാണ് ഗ്രേഡ് ചെയ്യുന്നത്. സയന്റിസ്റ്റുകളായിട്ടുള്ള ആളുകളാണ് ഗ്രേഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഗ്രേഡ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാവുകയും ചെയ്തിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മെന്റലിസ്റ്റ് അദ്ദേഹത്തിന്റെ ചില വിഷൻസ് അദ്ദേഹം പുറത്തുവിട്ടപ്പോൾ അത് ഈ ആർക്ക് ഓഫ് കവനന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഈ 88 ഉണ്ടാക്കിയ ഈ ഡോക്യുമെന്റ് 2002 അൺക്ലാസിഫൈഡ് എന്ന നിലയ്ക്ക് പബ്ലിക്കേഷൻ നൽകിയിരുന്നു. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്രത്തോളം ആക്റ്റീവ് അല്ലായിരുന്നുകൊണ്ട് ലോകത്തിൽ ആരും തന്നെ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ ഈ ഹമാസിന്റെ ഈ പ്രകടനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ യുദ്ധം നടക്കുന്നത് കൊണ്ടാണ് ഈ അൺക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ക്ലാസിഫൈഡ് ഡോക്യുമെന്റുകളുടെ ഇടയിൽപ്പെട്ട് റീസർഫേസ് ചെയ്തപ്പോൾ അതിന് ന്യൂസ് വാല്യൂ ഉണ്ടായത്. അപ്പൊ അങ്ങനെയാണ് ഈ സംഗതി ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലും ന്യൂസ് പേപ്പറുകളിലൊക്കെ ഒരു വലിയ ഡിസ്കഷനായി മാറാൻ ഇടയായത്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഈ ആർക്ക് ഓഫ് കവനന്റ് അത് കാണപ്പെട്ട പ്രദേശം അറബിക് സംസാരിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. ആൻഡ് ഒരു മോസ്ക് ഡോം അവിടെ കാണാനുണ്ട്. മോസ്കിന്റെ ഡോം കാണാനുണ്ട്. കൂടാതെ ആളുകളൊക്കെ വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു, കറുത്ത കണ്ണുള്ളവരാണ്, ബ്ലാക്ക് ഹെയർ ഉള്ളവരാണ്. കൂട്ടത്തിൽ ഒരാൾ മീശ വെച്ചിട്ടുള്ള ആളാണ്. അപ്പം ആളുകളുടെ കണ്ണ് കറുത്തതാണ്, മുടി കറുത്തതാണ്, വെളുത്ത ഗൗൺ പോലത്തെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി അറബികളാണ്. മിഡിൽ ഈസ്റ്റിലുള്ള ഒരു സ്ഥലമാണ് ഇത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ ആർക്ക് ഓഫ് കവനന്റ് 2 കണ്ടെയ്നറുകൾക്കുള്ളിലായി സൂക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഒരു കണ്ടെയ്നർ, അതിൻ്റെ ഉള്ളിൽ വേറൊരു കണ്ടെയ്നർ, അതിൻ്റെ ഉള്ളിലാണ് ആർക്ക് ഓഫ് കവനന്റ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ആർക്ക് ഓഫ് കവനന്റിനെ അദ്ദേഹത്തിന് ഒരു കോഫിൻ പോലെ, ഒരു ശവപ്പെട്ടി പോലെയാണ് തോന്നുന്നത്. ഇത് ഭൂമിക്കടിയിലാണ് സൂക്ഷിച്ചിട്ടുള്ള സ്ഥലം തീർത്തും ഇരുട്ടാണ്, അവിടെ വെറ്റാണ്, നനവുള്ള സ്ഥലമാണ്. പക്ഷെ അത് ഈ പെട്ടി വല്ലാതെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബൈ ആൻ അൺനോൺ പവർ. നമുക്ക് കാണാനാവാത്ത, തിരിച്ചറിയാനാവാത്ത ഒരു ശക്തിയുടെ കഠിനമായ സംരക്ഷണത്തിലാണ് ഈ ബോക്സ് ഉള്ളത് എന്നാണ് ഈ മെന്റലിസ്റ്റ് ആയിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ വിഷനിലൂടെ അദ്ദേഹം
എഴുതിയും ചിത്രങ്ങളുടെ രൂപത്തിലുമാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ആ ചിത്രങ്ങളൊക്കെ ഇവർ ആ ഡോക്യുമെന്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 20 പേജ് വരുന്ന ഡോക്യുമെന്റാണ്. ആ ഡോക്യുമെന്റിൽ ഈ ഡോട്ട് മാട്രിക്സ് പ്രിന്ററിൽ CIA ഒരു കൺക്ലൂഷൻ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പേജാണ് അതിൻ്റെ ആദ്യം വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ മെന്റലിസ്റ്റ് അയാളുടെ കൈകൊണ്ട് തന്നെ എഴുതിയിട്ടുള്ള, അയാളുടെ കൈകൊണ്ട് തന്നെ വരച്ചിട്ടുള്ള ചിത്രങ്ങളും അതിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൽ നിന്നുള്ള കൺക്ലൂഷൻസ് ആണ് ഇവർ ഈ ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ഉപയോഗിച്ചുള്ള ആ ഒന്നാമത്തെ പേജിൽ ചെയ്തിട്ടുള്ളത്. 1988 ഡോട്ട് മാട്രിക്സ് പ്രിന്ററാണ് നിലവിലുള്ളതെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ വിഷനിൽ അദ്ദേഹം പറയുന്നത് ഇത് അതോറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ തുറക്കാൻ സാധിക്കൂ. അങ്ങനെ കൃത്യമായിട്ടുള്ള ആള് കൃത്യസമയത്ത് എപ്പോഴെങ്കിലും തുറക്കാൻ പറ്റില്ല, അതിന് സമയമാകുമ്പോൾ മാത്രമേ തുറക്കാനാവൂ. സമയമാകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ആള് ചെല്ലുമ്പോൾ അത് സ്മൂത്തായിട്ട് തുറക്കാൻ പറ്റും. അത് തല്ലിപ്പൊളിക്കാനോ വേറെ ഏതെങ്കിലും തരത്തിൽ തുറക്കാനോ ശ്രമിക്കുന്ന ആളുടെ ജീവൻ നഷ്ടപ്പെടും. കൂടാതെ അൺഓതറൈസ്ഡ് ആളുകൾ ആ പെട്ടിയെ സമീപിച്ചാലും അവരുടെ ജീവൻ നഷ്ടപ്പെടും. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ വിഷനിൽ ഇദ്ദേഹം കണ്ടിട്ടുള്ളത്. കൂടാതെ ഇതിനകത്ത് കുറെ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം റിസറക്ഷൻ എന്നുള്ള വാക്കാണ്. റിസറക്ഷൻ എന്നുള്ളത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ്. ഈ ആർട്ട് ഓഫ് കവനന്റ് അല്ലെങ്കിൽ വാഗ്ദാന പേടകവും ക്രിസ്തുവിന്റെ പുനരുദ്ധാനവും തമ്മിൽ ബൈബിളിൽ ഡയറക്റ്റ് റിലേഷൻസ് ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ വിഷനിൽ ഈ റിസറക്ഷൻ എന്ന വാക്ക് വന്നു പെട്ടത് എന്നുള്ളതും ഒരു കൗതുകകരമായ ഒരു സംഗതിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹം ഈ വിഷൻ കണ്ട ആള് രേഖപ്പെടുത്തിയതായിട്ട് CIA പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് അൺക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ആണ്. 2002 ഇത് പബ്ലിക്കേഷൻ കൊടുത്തതാണ്. പക്ഷെ അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഈ സാധനം ആക്റ്റീവായിട്ട് പുറത്തു വന്നില്ല. ഇപ്പോഴിത് കണ്ടപ്പം ആക്റ്റീവായിട്ട് പുറത്തു വന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ആർക്ക് ഓഫ് കവനന്റ് ഒരു ചരിത്രം നോക്കാം. നമുക്കറിയാവുന്നതുപോലെ മോശയ്ക്ക് ദൈവം സിനായി മലയിൽ വെച്ച് 10 കൽപ്പനകൾ ആലേഖനം ചെയ്ത കൽപ്പനകൾ കൈമാറും. പിന്നീട് ഇതൊക്കെ ഏകദേശം ഒരു 1500 BC കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. അതിനുശേഷം ഇവർ ആർക്ക് ഓഫ് കവനന്റ് എന്ന് പറയുന്ന ഈ വാഗ്ദാന പേടകം സൂക്ഷിക്കാൻ ആവശ്യമായ ഒരു പെട്ടി ഉണ്ടാക്കുന്നു. കൽപ്പലകയിൽ എഴുതിയ 10 പ്രമാണങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പെട്ടി. അപ്പോൾ അതുണ്ടാക്കുന്നത് അതിനുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ പഴയ നിയമത്തിന് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. പഴയ നിയമത്തിന് ജ്യൂസ് വിളിക്കുന്നത് തോറ എന്നാണ്. അവരുടെ പുസ്തകം അവർ തോറ എന്നാണ് പുസ്തകത്തിന് പേര് വിളിക്കുക. നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് വിളിക്കും. ബൈബിളിലെ പഴയ നിയമം എന്ന് പറയുന്ന ഭാഗം. അതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻസും വളരെ മൈന്യൂട്ടായിട്ട് സംഖ്യയുടെ പുസ്തകത്തിലും നിയമാവർത്തനത്തിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് പണിത ആർക്ക് ഓഫ് കവനന്റ്, അതിൻ്റെ മുകളിൽ കെരൂബുകൾ കാവൽ നിൽക്കുന്ന കാര്യമൊക്കെ. കെരൂബുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുഖമുള്ള ചിറകുകളുള്ള ഒരു പക്ഷിയാണോ മനുഷ്യനാണോ തിരിച്ചറിയാം. മാലാഖമാരെന്ന് വേണം നമുക്ക് വിചാരിക്കാം ഇതിന്റെ 4 മൂലയ്ക്കും നിൽക്കുന്നതുമൊക്കെ. അപ്പൊ ഈ 2 കെരൂബുകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ദൈവവും മോശയും തമ്മിൽ ദൈവം മോശയോടെ ഇന്ററാക്ട് ചെയ്യുന്നതെന്നാണ് ജൂയിഷ് വിശ്വാസം. അങ്ങനെ ഈ ആർക്ക് ഓഫ് കവനന്റ് ഉണ്ടാക്കുകയും അതിനകത്ത് ഈ 10 കമാൻഡ്മെന്റ്സിന്റെ 10 കൽപ്പനകളുടെ ഫലകം ഈ ജ്യൂസ് യഹൂദന്മാര് അവരുടെ എക്സോഡസിന്റെ പുറപ്പാടിന്റെ കാലഘട്ടത്തിൽ സൂക്ഷിക്കുകയും അങ്ങനെ ഇവരിത് ടെബർനാക്കിൾ അല്ലെങ്കിൽ കൂടാരത്തിൽ സൂക്ഷിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യും. പിന്നീട് ധാരാളം യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇവരെ ഈ ആർക്ക് ഓഫ് കവനന്റ് വഹിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇപ്പം അടുത്ത കാലത്ത് ചരിത്രകാരന്മാർ പറയുന്നത് 2 ആർക്ക് ഓഫ് കവനന്റുകൾ ഉണ്ടായിരുന്നിരിക്കണം. അതിൽ ഒരെണ്ണം 10 കൽപ്പനകൾ അടക്കം ചെയ്ത് കൂടാരത്തിൽ വെക്കുകയും വേറെ ഒരെണ്ണം യുദ്ധം ചെയ്യുമ്പോൾ ഏറ്റവും മുൻപിലായി സഞ്ചരിക്കുകയും ചെയ്യും. യുദ്ധം ചെയ്യാൻ പോകുന്ന പട്ടാളക്കാരുടെ ഏറ്റവും മുൻപിലായിട്ട് സഞ്ചരിക്കുന്നത് ആർക്ക് ഓഫ് കവനന്റ് ആണ്. അപ്പൊ ആർക്ക് ഓഫ് കവനന്റ് എടുത്തുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പിന്നെ യുദ്ധം ജയിച്ചു വരികയും ചെയ്യുന്നു. അപ്പം 2 ആർക്ക് ഓഫ് കവനന്റ് ഉണ്ടായിരുന്നുവെന്ന് വളരെ റീസെന്റ് ആയിട്ട് ജൂയിഷ് ചരിത്രകാരന്മാര് അവരുടെ ഒരു ചിന്തയായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ബൈബിളിൽ അങ്ങനെ ഒരു സൂചനയില്ല. ബൈബിളിൽ ഒരു ആർക്ക് ഓഫ് കവനന്റ് ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ആ ആർക്ക് ഓഫ് കവനന്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്വർണവും പിന്നെ പ്രത്യേകതരം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ബാബിലോൺ പ്രവാസത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ ബാബിലോണിയക്കാര് ഇസ്രായേൽ ആക്രമിച്ച കാലത്ത്, ജെറുസലേം ആക്രമിച്ച കാലത്ത് BC 586 ഈ ആർക്ക് ഓഫ് കവനന്റ് ഡിസപ്പിയർ ചെയ്തു. ആർക്ക് ഓഫ് കവനന്റും അതിനകത്തുള്ള 10 കൽപ്പനകൾ അടങ്ങുന്ന ആർക്ക് ഓഫ് കവനന്റ് BC 586 ബാബിലോൺകാര് ജെറുസലേം ആക്രമിച്ച സമയത്ത് അത് കാണാതായി. അപ്പൊ അന്ന് മുതലുള്ള ഒരു വിശ്വാസം അത് ജെറുസലേം ദേവാലയത്തിന്റെ അടിയിൽ എവിടെയോ ടണലുകൾ ഉണ്ടാക്കി അതിനകത്ത് ആരുടെയും കയ്യിൽ പെടാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെച്ചു എന്നാണ്. പിന്നീട് ഇവര് പ്രവാസത്തിലേക്ക് പോകുന്നു. അതായത് ഇവരെ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോകുന്നു. ഏകദേശം BC 535 ആകുമ്പോഴേക്കും അവര് തിരികെ എത്തുന്നുണ്ട്. അതിനുശേഷം BC 515 ഒരു ചെറിയ ദേവാലയം അവരെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ സെക്കൻഡ് ടെമ്പിൾ എന്നാണ് വിളിക്കുന്നത്. ആ ചെറിയ ദേവാലയം പണിയുമ്പോഴൊന്നും ഈ ആർക്ക് ഓഫ് കവനന്റ് തിരിച്ചു പ്രത്യക്ഷപ്പെടുന്നില്ല. പിന്നീട് ഹെറോദോസ് ഈശോയുടെ കാലഘട്ടത്തിൽ ഈ ദേവാലയം വളരെ വലുതാക്കി പണിയുന്നുണ്ട്. അത് കഴിഞ്ഞ് AD 70
റോമാക്കാർ ഈ ദേവാലയം പരിപൂർണമായിട്ടും ഇടിച്ചു നിരത്തി നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ യൂതന്മാരോടുള്ള ഒരു ദേഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ അവിടുത്തെ മുനിസിപ്പൽ വേസ്റ്റ് മുഴുവൻ കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് തട്ടണം, അവിടെ കൊണ്ടുവന്ന് ഇടണം എന്നുള്ള ഒരു കൽപ്പന കൂടി അന്ന് ജൂയിഷ് റോമൻ എംപറർ കൽപ്പിച്ചിരുന്നു. അങ്ങനെ ആ പ്രദേശം മുഴുവൻ വേസ്റ്റ് കൊണ്ടുവന്ന് നിറച്ച് അവർ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പം നമ്മൾ ടെമ്പിൾ മൗണ്ട് എന്ന് ഇന്ന് ജെറുസലേമിൽ വിളിക്കുന്ന ആ സ്ഥലമാണ് ഈ ജെറുസലേം ദേവാലയം നിലനിന്ന സ്ഥലം. അതിൻ്റെ അടിയിൽ എവിടെയോ ആണ് ഈ ആർക്ക് ഓഫ് കവനന്റ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പരമ്പരാഗതമായിട്ടുള്ള ജൂയിഷ് വിശ്വാസം. അപ്പോൾ ആ വിശ്വാസവുമായിട്ട് ഒത്തുപോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ, ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ അതുമായിട്ട് ഒത്തുപോകുന്നതാണ്. അതായത് ഈ സംഗതി കാണപ്പെടുന്നത് അറബികൾ മൂവ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. കാരണം അറബികളുടെ മുടി കറുത്തതാണ്, കണ്ണ് കറുത്തതാണ്, അവരുപയോഗിക്കുന്നത് വെളുത്ത വസ്ത്രമാണ്, കൂടാതെ അവർ സംസാരിക്കുന്ന അറബിക്കാണ്. രണ്ട്, ഇരുണ്ട സ്ഥലത്താണ്, തണുപ്പുള്ള സ്ഥലത്താണ്. എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിലാണ് കിടക്കുന്നത്. അവിടെ ഡെബ്രിയൊക്കെ കൊണ്ട് തട്ടിയിട്ട് അവിടെ നനവുള്ള പ്രദേശത്താണ് ഈ സാധനം കിടക്കുന്നതെന്ന് മനസ്സിലാക്കാം. മൂന്ന്, അവിടെ ഡോം കാണാനുണ്ട്, മുസ്ലിം പള്ളിയുടെ ഡോം കാണാനുണ്ട്. അപ്പൊ നമുക്കറിയാം ഇന്ന് പിന്നെ ഈ ജെറുസലേം ദേവാലയം നിന്ന ടെമ്പിൾ മൗണ്ട് എന്ന സ്ഥലം മുസ്ലിം ദേവാലയങ്ങളുടെ ഒരു സമുച്ചയം നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഡോം ഓഫ് റോക്കും അൽ അസ്ക മോസ്കുമാണ് ഉള്ളത്. ഡോം ഓഫ് റോക്കിന്റെ മുകളിൽ ഒരു വലിയ ഡോം ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വിഷനിൽ കണ്ട മിക്കവാറും ഈ ഡോം ആവാനാണ് സാധ്യത. പിന്നെ അവിടെ അൽ അസ്ക എന്ന് പറയുന്ന മോസ്കുമുണ്ട്. ഏകദേശം 40 ഏക്കർ വരുന്ന ഒരു പ്രദേശമാണ് ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന സ്ഥലം. അതിൽ ഈ പറയുന്ന ജെറുസലേം ദേവാലയത്തിന്റെ ബാക്കി എന്ന് പറയാവുന്നത് BC 2-ാം നൂറ്റാണ്ടിൽ ജെറുസലേം ദേവാലയത്തിന് പടിഞ്ഞാറ് വശത്ത് ഒരു മതിൽ കെട്ടിയിരുന്നു. ആ മതിൽ മാത്രമാണ്, വെസ്റ്റേൺ വാൾ എന്നാണ് അതിന് വിളിക്കുന്നത്, ആ മതിൽ മാത്രമാണ് ഇന്ന് ജെറുസലേം ദേവാലയത്തിൻ്റെതായി ബാക്കിയുള്ളത്. അത് BC 2-ാം നൂറ്റാണ്ടിൽ കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പൊ അവിടെ പിന്നെ വെയിലിംഗ് വാൾ എന്നൊക്കെ പറയുന്ന പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ. അപ്പൊ ഇവര് ഈ കണ്ടത് മിക്കവാറും ഈ ജെറുസലേം ഈ ടെമ്പിൾ മൗണ്ടിന്റെ അടിയിലായിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ എന്ന് വേണം ഏകദേശം ഊഹിക്കാൻ. ഇതിനോടനുബന്ധിച്ച് വേണം നമ്മൾ ഈ ജെറുസലേമിലെ വളരെ റൈറ്റ് സൈഡ് ആയിട്ടുള്ള റൈറ്റ് വിങ് ആയിട്ടുള്ള ജ്യൂസ് അവിടെ 3-ാം ജെറുസലേം ദേവാലയം നിർമ്മിക്കണമെന്ന് വാശി പിടിക്കുകയും ഒരു ഇസ്രായേലിന്റെ ഒരു മന്ത്രി 5-6 തവണ ആ സൈറ്റ് വിസിറ്റ് ചെയ്യുകയും അവിടെ ഉടനെ തന്നെ ദേവാലയ നിർമ്മാണം ആരംഭിക്കണമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്ത കാര്യമൊക്കെ ഈ വാർത്തയുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കണം. അപ്പൊ അവരുടെ ഒരു അവിടെ ബലി കഴിക്കേണ്ട പശുവുണ്ട്, ഏകദേശം ഒരു ചുവപ്പ് നിറമുള്ള പശു. അത് ലോകത്തിൽ വളരെ റെയർ ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ 5 പശുക്കിടാങ്ങളെ അവരെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ ബലി കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ ഏകദേശം 1 വർഷം മുൻപ് വാർത്തകളിൽ വന്നിരുന്നു. അപ്പം വളരെ ഉടനെ തന്നെ ജെറുസലേം ദേവാലയത്തിന്റെ 3-ാം ജെറുസലേം ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ ഈ പറയുന്ന ഈ ആർക്ക് ഓഫ് കവനന്റിന്റെ അല്ലെങ്കിൽ ഈ വാഗ്ദാന പേടകത്തിന്റെ ഒരു റെപ്ലിക്ക, അതേ രൂപത്തിൽ ബൈബിളിൽ പറഞ്ഞ അതേ മെഷേഴ്സിൽ ഒരു റെപ്ലിക്ക ഒക്ടോബർ 21, 2024 കൺസ്ട്രക്ട് ചെയ്യുകയുണ്ടായി. ഏകദേശം 3.5 വർഷം എടുത്ത് 17 വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് ഈ ബൈബിളിൽ പറഞ്ഞ മെഷേഴ്സ് അനുസരിച്ച് ഈ റെപ്ലിക്ക അല്ലെങ്കിൽ ഇതിന്റെ ഒരു രൂപം പുനർനിർമ്മിച്ചത്. ഏകദേശം 85 പൗണ്ട് വരുന്ന ഒരു സാധനമാണത്. അതിനകത്ത് അവരുടെ തോറയാണ് അവർ വെച്ചിട്ടുള്ളത്. കാരണം 10 കൽപ്പനകളുടെ ആ ഫലകം, ദൈവം കൽപ്പനകൾ ആലേഖനം ചെയ്ത ഫലകം അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയല്ലോ. അതുകൊണ്ട് അവരതിനകത്ത് തോറയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് പണിയാൻ വേണ്ടി ഉപയോഗിച്ചത് അവർ റിസർച്ച് നടത്തിയപ്പോൾ അന്ന് ഈജിപ്തിൽ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഗോൾഡ് എന്ന് പറയുന്നത് 23.25 ക്യാരറ്റ് ഗോൾഡാണ് അന്ന് ഏറ്റവും പ്യുവറസ്റ്റ് ഗോൾഡ്. ഇത് കൺസ്ട്രക്ട് ചെയ്ത BC 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്യുവറസ്റ്റ് ഗോൾഡ് ഈജിപ്തിൽ ഉണ്ടായിരുന്നത് 23.25 ക്യാരറ്റ് ഗോൾഡാണ്. അപ്പം അതേ സെയിം ക്യാരറ്റുള്ള ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ് ഈ പെട്ടി അവർ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ആ പറഞ്ഞ സ്പെസിഫിക്കേഷനുള്ള മരങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്, കെരൂബുകളുണ്ട്, ഇവ എല്ലാ സാധനങ്ങളുള്ള ഒരു സാധനമാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞതുപോലെ 2024 ഒക്ടോബർ 21 ഇതിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് അത് പൊതുജനത്തിന് കാഴ്ചയ്ക്കായി വെച്ചത്. ആ ആർക്ക് ഓഫ് കവനന്റ് അവർ പല സ്ഥലങ്ങളിലും വിസിറ്റിനായി കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇലക്ഷന് തൊട്ട് മുൻപ് അത് ട്രംപിന്റെ ഭവനത്തിൽ എത്തിയിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രസൻസ് കൊണ്ടാണ് ട്രംപ് ഇലക്ഷൻ ജയിച്ചതെന്ന ഒരു ബോധ്യം ട്രംപിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ട്രംപിന്റെ മകൾ ഇവാങ്ക അവര് ഓർത്തഡോക്സ് ജൂവിലേക്ക് മതമാറ്റം നടത്തിയിട്ടുള്ള ആളാണ്. അവരുടെ ഹസ്ബൻഡ് ജയേഡ് കുഷ്ണർ എന്ന് പറഞ്ഞ ആൾ ഓർത്തഡോക്സ് ജൂ ആണ്. ഇത് കൂടാതെ ഇപ്പോഴത്തെ ജ്യൂസ് പറയുന്നത് ഹമാസ് ഇവരുടെ രാജ്യത്തിലേക്ക് കടന്നു കയറിയത് അവര് സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടി കടന്നു കയറിയവരല്ല, അവർ കൊള്ളയടിക്കാൻ വേണ്ടി കടന്നു കയറിയവരല്ല, അവർ ടെമ്പിൾ മൗണ്ട് പിടിച്ചടക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്നാണ്
ഈ റൈറ്റ് വിങ് ജ്യൂസ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ട് ആണ് അവരുടെ ലക്ഷ്യം. ഇപ്പോഴത്തെ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ഈ 40 ഏക്കർ സ്ഥലത്തിന്റെ നിയന്ത്രണമുള്ളത് ഗവൺമെന്റ് ഓഫ് ഇസ്രായേലിനാണ്. പക്ഷേ അത് അവിടെ മതപരമായ കാര്യങ്ങളും അവരുടെ മോസ്കുകളും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ജോർദാൻ ബേസ്ഡ് ജെറുസലേം ഇസ്ലാമിക് വഖഫാണ്. ജോർദാനിൽ ബേസ് ചെയ്തിട്ടുള്ള ജെറുസലേം ഇസ്ലാമിക് വഖഫ് എന്ന് പറയുന്ന ഒരു ബോഡിയാണ് അവിടുത്തെ മതപരമായ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ലോ ആൻഡ് ഓർഡറും മറ്റു കാര്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ കയ്യിലാണ്. അപ്പോൾ അവിടെ നിരന്തരമായ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. അവിടുത്തെ പള്ളിയിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു 5-8 വർഷമായിട്ട് ഇസ്രായേൽക്കാരും മുസ്ലിങ്ങളും തമ്മിൽ നിരന്തരമായ ക്ലാഷുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അതിനൊന്നും സാധ്യതയില്ല. കാരണം ഇപ്പോൾ അത് ഇസ്രായേൽ അവിടെ ഭയങ്കരമായിട്ട് പിടിമുറുക്കി. അപ്പോൾ അവർ ഓരോ സമയത്തും ഇത്രമാത്രം ആളുകൾ മാത്രമേ അനുവദിക്കുള്ളൂ എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും റൈറ്റ് വിങ് ജ്യൂസ് വിചാരിക്കുന്നത് ഈ ടെമ്പിൾ മൗണ്ട് കുഴിച്ചു നോക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എക്സ്കവേറ്റ് ചെയ്താൽ മാത്രമേ ഇവരുടെ ഈ ആർക്ക് ഓഫ് കവനന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രീഷ്യസ് തിങ്, അവരെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ഒരു സംഗതിയാണ്, അത് അവർക്ക് കണ്ടെത്താനാവുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഹമാസുമായിട്ടുള്ള ഈ യുദ്ധത്തിന് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഓർക്കണം. ഇവര് ഈ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ റെപ്ലിക്ക ഓഫ് ദി ആർക്ക് ഓഫ് കവനന്റ് യുദ്ധമുഖത്ത് കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായമാണ് ബഹുഭൂരിഭാഗവും ഇസ്രായേൽക്കാർക്കുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് യുദ്ധം ചെയ്യുവാൻ കരസേന പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇറാഖിനെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മുമ്പിലൊരു വിമാനം ഈ ആർക്ക് ഓഫ് കവനന്റുമായിട്ട് പറക്കണം, അതിന് പുറകെ മറ്റു വിമാനങ്ങൾ പോകണം എന്ന നിലയിലുള്ള ഒരു അഭിപ്രായമാണ് റൈറ്റ് വിങ് ജ്യൂസിന്റെ കയ്യിലുള്ളത്. ബട്ട് ദി ആക്ച്വൽ ആർക്ക് ഓഫ് കവനന്റ് അല്ല ഇവരുടെ കയ്യിലുള്ളത്. അപ്പം ആർക്ക് ഓഫ് കവനന്റ് കണ്ടെത്തുന്നതോടെ 3-ാം ജെറുസലേം ദേവാലയം ഉയരും എന്നും ജ്യൂസ് പ്രതീക്ഷിക്കുന്ന മിശിഹ വരുമെന്നാണ് ജൂയിഷ് വിശ്വാസം. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഈ റിസറക്ഷൻ എന്നുള്ള വാക്ക് കടന്നുകൂടിയത് എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു വസ്തുത കൂടിയാണ്.